താമരശ്ശേരിക്കാരുടെ സ്വന്തം കൊച്ചിക്കോയ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനായിട്ട് പൂവമ്പഴം, നാടൻ പൂവമ്പഴം എടുത്ത് തൊലി കളഞ്ഞിട്ട് പാത്രത്തിലേക്ക് ഇടുക. ഇനി നമുക്കിത് ഒരു കവി കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായി ഞരടിയെടുക്കുക. കൈ കൊണ്ട് ഉടച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കരുത്, അപ്പൊ അതിന്റെ ടേസ്റ്റ് അപ്പാടെ മാറിപ്പോകുന്നതാണ് കേട്ടോ. ഇനി ഒരു കൈപ്പിടി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായി ഞരടിയെടുക്കുക. പഞ്ചസാരയും ഉള്ളിയും ചേർന്ന് നല്ല മിക്സ് ആയിട്ട് വരണം, അതുപോലെ നന്നായി ഞരടിയെടുക്കണം. ഇതുപോലെ ചെറിയ ഉള്ളിയും പഞ്ചസാരയും നന്നായി യോജിച്ച് വരണം. ഇനി നമുക്കിത് ഈ പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ, കട്ടിയുള്ള നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിനീര് ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചാറിയ പശുവും പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാതും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കൊച്ചിക്കോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുടിക്കുന്നതിനൊരു പ്രത്യേക സ്റ്റൈലുണ്ട്. അവിൽ നല്ല ചുമക്ക വറുത്തെടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഞരടിയിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുമല്ലോ.